ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാം. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുക, ആദ്യം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കളറിനെ നമ്മൾ സെലക്ട് ചെയ്യുക. റെഡിന് ഓപ്പോസിറ്റായിട്ട്, അതായത് ഓപ്പോസിറ്റ് കളർ എപ്പോഴും ഓറഞ്ച് ആയിരിക്കും സെൻറ്റർ. അപ്പോൾ ഈ റെഡിൻ്റെ 4 വശത്തും ഇങ്ങനെ ക്രോസിൻ്റെ രീതിയിൽ ഓറഞ്ചിനെ കൊണ്ടുവരണം. ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഉണ്ടണം. അപ്പോൾ ഇതിനെ വേണ്ട എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരെണ്ണം ഉണ്ട്. നമ്മളിതെങ്ങനെ തിരിച്ചിട്ട് ഓറഞ്ച് ഇവിടെ ആക്കി. ഇനി ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്. അപ്പം നമ്മളതിനെ ഇങ്ങനെ ആക്കി. പിന്നെ ഇനിയും ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് കഴിയുമ്പം അത് മുകളിലായി. അപ്പോൾ ഇങ്ങനെ 4 സൈഡിലായിട്ട് നമുക്ക് ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഓറഞ്ചിൻ്റെ തൊട്ട് താഴെ ഏതാണെന്ന് നോക്കുക, ഗ്രീൻ. ചിലപ്പോൾ ഇങ്ങനെ കണക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഗ്രീനും കറക്റ്റ് ആയത് കാരണം, അതായത് ഈ ഓറഞ്ചിൻ്റെ തൊട്ട് താഴെയുള്ള കളറും നടുക്കത്തേതും കൂടെ മാച്ചായി കഴിയുമ്പോൾ ഫുൾ അതിനെ തൊഴിച്ച് താഴെ കൊണ്ടുപോകും. പിന്നെ അടുത്തത് ഇതും ഓൾറെഡി കണക്റ്റ് ആയിട്ടിരിക്കുകയാണ്. യെല്ലോയും അതിനെ നേരെ താഴെ കൊണ്ടുപോയി. ഇനിയും വൈറ്റിൻ്റെ മാച്ചാക്കുക. വൈറ്റിനെ താഴെ കൊണ്ടുപോയി ഈ ബ്ലൂവിനെ ബ്ലൂ ആയിട്ട് കണക്റ്റ് ആക്കണം. കണക്റ്റായി താഴെയായി. അപ്പോൾ നമ്മുടെ ഇത്രയും കളേഴ്സ് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യാൻ. ഇനി നമ്മുടെ മെയിൻ ഉദ്ദേശം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആദ്യം താഴെ, പിന്നെ താഴെ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഇത്രയും ഭാഗം സോൾവ് ആവണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് ടോപ്പ്, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് മൊത്തം ഇതിനെ ഓറഞ്ചിനെ ഇങ്ങോട്ടാക്കണം. അപ്പോൾ ഈ ഓറഞ്ച് ഇവിടെയുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത കളർ ഏതാണെന്ന് നോക്കുക, ഗ്രീനാണ്. അപ്പോൾ ഗ്രീൻ സെൻറ്ററിൻ്റെ അടുത്ത് കൊണ്ടുവരിക. അപ്പോൾ ഓറഞ്ച് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പോയി. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പോകുമ്പം L', U', L ഒരു ഓറഞ്ച് താഴെ വന്നു. ഇനി അടുത്ത ഓറഞ്ച് എവിടെയാണെന്ന് നോക്കുക, ഇവിടെ ഉണ്ട്. അതിൻ്റെ അടുത്ത കളറുള്ള തൊട്ട് ചേർന്നുള്ള കളറ് യെല്ലോ ആണ്. യെല്ലോയുടെ സെൻറ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഇവിടെ വന്നു, റൈറ്റ് സൈഡിൽ വന്നു. റൈറ്റ് സൈഡിൽ വരുമ്പം നമ്മൾ ചെയ്യേണ്ടത് R'. അപ്പോൾ ഇത്രയും താഴെയായി. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ അടുത്തുള്ള യെല്ലോ ആണ്. അപ്പോൾ യെല്ലോയെ നമ്മുടെ യെല്ലോവുമായിട്ട് മാച്ച് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി. ഓൺലി നിങ്ങൾ ഇതും മാത്രം നോക്കിയാൽ മതി, സൈഡിലുള്ളതൊന്നും നോക്കണ്ട. ഇതും യെല്ലോയും ഇതും കൂടെ മാച്ചായി. പിന്നെയും L', U', L. അപ്പോൾ ഒരെണ്ണം പിന്നെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്ലൂവിൻ്റെ സൈഡിൽ കൊണ്ടുവരണം. ബ്ലൂവിൻ്റെ സൈഡിൽ കൊണ്ടുവന്നു. റൈറ്റ് സൈഡിൽ ഓറഞ്ച് പോയി, R'. നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നോക്കുക, ഇങ്ങനെയും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണോ, ഇതാണ് കറക്റ്റായിട്ട് നമ്മുടെ വരുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് റെഡ്. ഈ ഭാഗത്ത് എവിടെയൊക്കെ റെഡ് ഇല്ലാത്ത ഉണ്ടെന്ന് നോക്കണം. ഇവിടെയോ റെഡ് ഇല്ലാത്ത, ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഗ്രീനും കൂടെ മാച്ചിങ് ആക്കുക. ഇൻ കേസ് അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അടുത്ത് മേളിലുള്ള വൈറ്റ് എവിടെയാണെന്ന് നോക്കുക. വൈറ്റ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വരുമ്പം U', L', U', L. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓറഞ്ച് പോയിട്ടില്ല. ആ ഓറഞ്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ അതിൻ്റെ അടുത്തുള്ള വൈറ്റിൻ്റെ അടുത്ത് പിന്നെ നമ്മൾ കൊണ്ടുപോവുക R'. ഇക്വേഷൻ എങ്ങനെയാണ് ഈ R' ഇതൊക്കെ ഉള്ളതെന്നുള്ളത് മറ്റേ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് കൂടായി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ R എങ്ങനെയാണെന്നൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് തോന്നും. ഇനി നമുക്ക് റെഡ് ഇല്ലാത്തത് നോക്കാം. റെഡ് ഇല്ലാത്തത് ഇവിടെയുണ്ട്. അപ്പോൾ ഈ യെല്ലോയ്ക്ക് മാച്ചുള്ള സ്ഥലത്ത് കൊണ്ടുവരിക. മാച്ചായി. സെൻറ്റർ മാത്രമാണ് നമ്മൾ മാച്ചാക്കുന്നത്. ബ്ലൂ ഈ സൈഡിലാണ്. അപ്പം ബ്ലൂവിനെ ഇതിനെയും കൂടെ ആക്കാൻ വേണ്ടി റൈറ്റ് സൈഡിലുള്ളപ്പം R'. കംപ്ലീറ്റ് ആയില്ല. നമ്മുടെ റെഡ് പോയി. ഇതിനെ ബ്ലൂവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് L', U', L. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വേറെ ഇക്വേഷന്, റൈറ്റിലാണെങ്കിൽ വേറെ. ഇനി നമ്മൾ അടുത്ത് നോക്കുക. അതുകൊണ്ട് ഇവിടെ റെഡ് ഇല്ലാത്തതുണ്ട്, കണക്റ്റായി. യെല്ലോ ഇപ്പുറത്താണ്. അപ്പം R' അടിച്ചു. പിന്നെ നോക്കുക, പിന്നെ ഇത് കംപ്ലീറ്റ് ആവാനുണ്ട്. ഓറഞ്ചും യെല്ലോയും കണക്റ്റായി. L', U', L. ഇനി ഒരെണ്ണം കൂടെ സോൾവ് ആവാനുള്ളൂ. ഇനി നോക്കുക, ഇവിടെ വന്നപ്പോൾ ചില സമയം നമ്മൾ റെഡ് ഇല്ലാത്തതും വരാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ പിന്നെ പുറകെ ചെയ്ത് കാണും, ബേസിക് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ. ഇപ്പം നോക്കുക, ഈ വൈറ്റിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളത് വെക്കുക.
ബ്ലൂ ഇവിടെയുണ്ട്, ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ അടിച്ചു. പിന്നെ ഇത് നോക്കാം, ബ്ലൂവിൻ്റെ അടുത്ത് കൊണ്ടുപോവാം, ആർ യു ആർ ഡാഷ്. മൊത്തം നമ്മുടെ സെയിം കളറായി. സെക്കൻഡാണ്. ഇനി മേളിൽ നോക്കാം. മേളിൽ വന്നപ്പം ഇവിടെ റെഡ് കളർ വന്നിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ ഇങ്ങനൊരു സമയത്ത് വരുമ്പോൾ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രം നമ്മൾ സ്മോൾ എഫ് യൂസ് ചെയ്യും. അപ്പം സ്മോൾ എഫിൻ്റെ ഉള്ളൊരു ഞാൻ പറഞ്ഞിരുന്നു, സ്മോൾ എഫ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ തിരിക്കുകയാണ്. നോർമൽ എഫ് ഇത് മാത്രം തിരിക്കുന്നത്. അപ്പോൾ സ്മോൾ എഫ് യൂസ് ചെയ്യുമ്പം എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ഇത് ഒറ്റയടിക്ക് പൊതുവെ സോൾവ് ആവത്തില്ല, ചില സമയങ്ങളിൽ മാത്രമേ ഇതിങ്ങനെ സോൾവ് ആവത്തുള്ളൂ. പിന്നെ നമ്മൾ ഇതിനെ മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് സോൾവ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ സോൾവ് ആവുന്നിടത്ത് കൊണ്ടാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിവിടെയെല്ലാം ഈ നടുക്ക് കളറും രണ്ടും ഇതുമായിട്ട് മാച്ചും, സെൻറ്ററിലേത് വേറെ, അങ്ങനെയാണ് വരേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു. കേട്ടോ, ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പം പിന്നെ ഇത് റിപ്പീറ്റായി വരും. അപ്പോൾ നമ്മൾ വേറൊരെണ്ണം ചെയ്യാം ഇത് കംപ്ലീറ്റ് ആക്കാൻ. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. കംപ്ലീറ്റ് ആയില്ല, ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഒന്നുകൂടി ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റെപ്പ് വീതം വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, ഓരോ നമ്മൾ തിരിക്കുമ്പോൾ ഓരോ തവണ ഓരോ രീതിയിലായിരിക്കും വരുന്നത്. അപ്പം ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. നമുക്കിപ്പം ചില സമയത്ത് ലക്കിലി ഒരു ചിലപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടി വരില്ല, ചിലപ്പോൾ മിഡിലത്തെ ചെയ്യേണ്ടി വരില്ല, അങ്ങനെ സ്കിപ്പായി വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. പിന്നെ ഇത് ഇമ്പോസിബിൾ ആണെന്നും ഞാൻ ഒരുപാട് നോക്കി പഠിക്കാൻ പറ്റിയില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയാറുണ്ട്. ഞാനും ഒരുപാട് നോക്കി, ഞാനും ഓർത്ത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന്. പക്ഷെ നമ്മൾ ഓരോ സ്റ്റെപ്പ് വീതം ചെയ്ത് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ഇക്വേഷൻ ഉള്ളത് ചെറുതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. പിന്നെ നമ്മൾ ചെയ്ത് ശീലിച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് ബൈ ഹാർട്ട് ആവും. അപ്പോൾ ഇത് ചെയ്യേണ്ട ആഗ്രഹമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ, ടേക്ക് കെയർ.